അദാനിയുടെ നിലപാട് മാറ്റിയത് ആ വിമാനയാത്ര. വിഴിഞ്ഞത്തിന്റെ പിന്നാമ്പുറ കഥ പറഞ്ഞ് ശശി തരൂർ. ഓഗസ്റ്റ് 18-ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സമ്പൂർണ്ണ വാണിജ്യ പ്രവർത്തനത്തിലേക്ക് കടക്കാനിരിക്കെ പദ്ധതിയുടെ നിർണായക തുടക്കഘട്ടങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വ്യവസായ പ്രമുഖൻ ഗൗതം അദാനിക്ക് താൽപ്പര്യമില്ലായിരുന്നെന്നും ഒരു വിമാനയാത്രയ്ക്കിടെ നടത്തിയ സംഭാഷണമാണ് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റാൻ കാരണമായതെന്നും ശശി തരൂർ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാതെ പോയാൽ അത് കേരളത്തിന് തന്നെ വലിയ നാണക്കേടാകുമെന്ന് കരുതി. ഇതിനായി സർവവും ത്യജിച്ച് ഇറങ്ങിത്തിരിച്ച ധീരനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ശശി തരൂർ അനുസ്മരിച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഉടൻ തന്നെ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. വിഴിഞ്ഞം കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണെന്നും അത് നടപ്പിൽ വരുത്താനായി എൻ്റെ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ബന്ധങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടക്കത്തിൽ ഇറക്കിയ ടെൻഡറിനോട് ആരും അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല. മുൻപുണ്ടായിരുന്ന VS അച്യുതാനന്ദൻ സർക്കാർ ഇറക്കിയ 2 ടെൻഡറുകളോട് അനുകൂലമായി പ്രതികരിച്ച കമ്പനികളെ കേന്ദ്ര സർക്കാർ ചൈന ബന്ധം ചൂണ്ടിക്കാട്ടി നിരാകരിച്ചതായിരുന്നു ഇതിന് കാരണം. ആരും താൽപ്പര്യം പ്രകടിപ്പിക്കാതെ പദ്ധതി നഷ്ടമായാൽ അത് വലിയ നാണക്കേടാകുമെന്ന് ഉമ്മൻചാണ്ടി ആശങ്കപ്പെട്ടിരുന്നു. തുടർന്ന് വെറും 10 ദിവസത്തെ സമയം നൽകി രണ്ടാമതൊരു ടെൻഡർ ഇറക്കാൻ അദ്ദേഹം ധീരമായ തീരുമാനമെടുത്തു. 2ാം ടെൻഡർ ഇറക്കി ആദ്യ 2 ദിവസങ്ങളിലും ആരും സന്നദ്ധത അറിയിച്ചില്ല. ആ സമയത്താണ് തികച്ചും അപ്രതീക്ഷിതമായി ന്യൂയോർക്കിലേക്കുള്ള വിമാനത്തിനായി വരിയിൽ നിൽക്കുമ്പോൾ താൻ ഗൗതം അദാനിയെ കാണുന്നത്. തുറമുഖ നടത്തിപ്പിലൊക്കെ താങ്കളുടെ കമ്പനി പതിവായി താൽപ്പര്യം പ്രകടിപ്പിക്കാറുള്ളതല്ലേ, എന്തുകൊണ്ട് വിഴിഞ്ഞം ടെൻഡറിനോട് പ്രതികരിച്ചില്ല എന്ന് ഞാൻ അദാനിയോട് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ വിഴിഞ്ഞം ചെയ്യുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്നാൽ ഇതേക്കുറിച്ച് സംസാരിക്കാൻ കുറച്ച് സമയമുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. തുടർന്ന് വിമാനയാത്രയിലുടനീളം അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് വിഴിഞ്ഞത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഗുണങ്ങളും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയും ഞാൻ വിശദീകരിച്ചു, ശശി തരൂർ വ്യക്തമാക്കി. യാത്ര അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ന്യൂയോർക്കിൽ ഇറങ്ങിയാലുടൻ തന്റെ കമ്പനിയോട് വിഴിഞ്ഞം ടെൻഡർ രേഖ വാങ്ങാൻ പറയാമെന്ന് അദാനി തരൂരിന് ഉറപ്പു നൽകി. അത്തരത്തിലാണ് അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞത്തിൽ താൽപ്പര്യം അറിയിച്ചതും ടെൻഡറിൽ പങ്കാളിയായതും. ടെൻഡറിൽ അദാനി പങ്കാളിയാകാമെന്ന് അറിയിച്ച വിവരം ഉമ്മൻചാണ്ടിയോട് പറഞ്ഞപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യമാണ്, ഇതിൽ രാഷ്ട്രീയമില്ല, നമുക്ക് വികസനമാണ് വേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ആ സമയത്ത് കോൺഗ്രസിനകത്ത് തന്നെ പലവിധ ചിന്തകളുണ്ടായിരുന്നു. ഹൈക്കമാൻഡിനോട് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഉമ്മൻചാണ്ടി എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. ഇത്തരത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ത്യാഗം ചെയ്താണ് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം എന്ന ആശയം കൊണ്ടുവന്ന് അത് യാഥാർത്ഥ്യമാക്കാൻ ഇത്രത്തോളം ത്യാഗം ചെയ്ത ഉമ്മൻചാണ്ടിയുടെ ഒരു വെങ്കല പ്രതിമ വിഴിഞ്ഞം തുറമുഖത്ത് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണമെന്നും ശശി തരൂർ ആവശ്യപ്പെട്ടു.